ദേശീയ തലത്തിൽ പരിശോധിക്കുമ്പോൾ ഹിന്ദി ഹൃദയ മേഖലകളിൽ മധ്യപ്രദേശിൽ മാത്രമാണ് ബി.ജെ.പിക്ക് ഒരു പൂർണ്ണ സ്വാധീനമുള്ളത്. 29 ഇടങ്ങളിലും ബി.ജെ.പിക്ക് വിജയിച്ചു കയറാൻ കഴിയുമ്പോൾ രാജസ്ഥാനിൽ ചിത്രം മറ്റൊന്നാണ്. ഉത്തർപ്രദേശിൽ വൻ തിരിച്ചടി നേരിടുന്നു. ഇങ്ങനെ ഹിന്ദി ഹൃദയ ഭൂമികയിലൂടെ ബി.ജെ.പിയുടെ ആ തേരോട്ടം നിലച്ചുപോയി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ചിത്രം പുറത്തു വരുമ്പോൾ ഉണ്ടാവുന്ന സാഹചര്യം. അവിടെ ഈ തെരഞ്ഞെടുപ്പിലെ താരമാവുന്നത് പ്രധാനമായും യു.പിയിൽ നിന്നുള്ള ഒരു യുവ നേതാവായിരിക്കുമെന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എസ്.പിയുടെ അഖിലേഷ് യാദവ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ഫലം കണ്ടു എന്ന് വേണം പറയാൻ. അതാവാം ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് കരുത്ത് പകരുന്ന ഒരു നീക്കം കൂടിയായി മാറാൻ ഇടവയ്ക്കുക. അതുകൊണ്ട് നേതാക്കളുടെ ഒക്കെ പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം വ്യക്തമാണ്, അവകാശവാദം ഇന്ത്യ മുന്നണി നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. അല്പസമയം മുമ്പ് കെ.സി. വേണുഗോപാലിന്റെ വാക്കുകൾ അതുണ്ടാവുന്നു. ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളുടെ കൂടിയാലോചനകൾ നടക്കുന്നു. പക്ഷേ അതിനുമപ്പുറം അമിത്ഷായുടെ കരുനീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ടോ എന്ന വസ്തുതയുമുണ്ട്. തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ ഒരു തകർച്ച കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യണം. ആം ആദ്മി പാർട്ടിക്കുണ്ടായ വലിയ തകർച്ച, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച 22 സീറ്റുകളിൽ 19 AAP പിന്നിലായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കണക്കായി പുറത്തു വരുന്നത്. പഞ്ചാബിലെ 3 മണ്ഡലങ്ങളിൽ മാത്രമാണ് ആം ആദ്മിക്ക് അല്പമെങ്കിലും ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനായത്. പക്ഷെ അപ്പോഴും അവിടെയും ലീഡ് നില വളരെ കുറവാണ്. ഡൽഹി, ഗുജറാത്ത്, ഗോവ, ഹരിയാന, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം മത്സരിച്ചവർ അവർ പുറകോട്ടായി. പഞ്ചാബിൽ AAP നേരിയ ഭൂരിപക്ഷത്തിൽ മാത്രം മുന്നേറുന്നു. ഡൽഹിയിൽ 7 സീറ്റുകളിലും AAP പിറകിലാണ്. അവർ ഡൽഹിയിൽ ബി.ജെ.പി ആണ് വലിയ സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ സ്വാതി മലിവാൾ വിഷയം, മദ്യനയ അഴിമതിയൊക്കെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി അമ്പയെ പുറകോട്ട് പോയിരിക്കുന്നു എന്നതും ദേശീയ രാഷ്ട്രീയം ഇനിയും ചർച്ച ചെയ്യും. തീർച്ചയായിട്ടും ആം ആദ്മിയുടെ തകർച്ച അത് പ്രധാനമായും പരാമർശ വിധേയമാവേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യ മുന്നണിയിലെ ആം ആദ്മിയുടെ ഭാവി പോലും ഒരുപക്ഷെ ചർച്ച ചെയ്യപ്പെടണം. കാരണം പഞ്ചാബിൽ ഒരു മുന്നണി സംവിധാനത്തിന് തയ്യാറാവാതെ മാറി നിന്ന ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാവുന്നു എന്നതാണ് അവിടുത്തെ സാഹചര്യം. അതേസമയം അവരുടെ ഏറ്റവും ശക്തി മേഖലയായ ഡൽഹിയിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതും വലിയ തിരിച്ചടിയായി ആം ആദ്മിക്ക് മുന്നിലുണ്ട്. ഒപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ ജയിൽ പ്രവേശനവും നടക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനിയുള്ള രാഷ്ട്രീയം അത് സ്വാഭാവികമായും ആ തരത്തിലും വിലയിരുത്തപ്പെടും. ആന്ധ്രാപ്രദേശിൽ തകർപ്പൻ പ്രകടനം നടത്തിയ ചന്ദ്രബാബു നായിഡുവും ബീഹാറിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച നിതീഷ് കുമാറുമാണ് ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ താരങ്ങൾ എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ബി ജോയുടെ ലീഡ് കുറയുന്നു. 3285 വോട്ടിലേക്ക് ബി ജോയുടെ ലീഡ് ആറ്റിങ്ങലിൽ കുറയുന്നു എന്ന സാഹചര്യം. അപ്പോഴും ഒരുപക്ഷെ ജയം നിലനിർത്താൻ പറ്റും എന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. ആറ്റിങ്ങൽ സസ്പെൻസ് ബാക്കി വെക്കുകയാണ്. അത് പൂർത്തിയാവുന്നില്ല. ബി ജോയുടെ ഭൂരിപക്ഷം കുറയുന്നു. 3285 വോട്ടുകളായി കുറയുന്നു. 4000-ൽ നിന്നും കുറയുന്നു എന്നതാണ്. ആറ്റിങ്ങലിൽ നടക്കുന്നത് എന്താ എന്നതിൽ അവ്യക്തതകൾ നിരവധിയുണ്ട്. കാരണം ഇനി എത്ര വോട്ടുകൾ എണ്ണിത്തീരാനുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കാരണം പല മണ്ഡലങ്ങളിലും അവസാന റൗണ്ടിലേക്ക് വോട്ടെണ്ണൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ ആറ്റിങ്ങലിൽ അതല്ല സംഭവിക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നടക്കുന്നത് എന്ത്, അതിൻ്റെ അപ്ഡേഷൻസ് അറിയിക്കുന്നതിലും വൈകൽ ഉണ്ടാവുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വളരെ വൈകിയാണ് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് UDF സ്ഥാനാർത്ഥിക്ക് 2,75,000-ൽ പരം വോട്ടുകൾ ലഭിച്ചു എന്ന കണക്ക് മാത്രമാണ് വരുന്നത്. പക്ഷേ അതിനുശേഷം വളരെ മുന്നിലേക്ക് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം, വോട്ടെണ്ണൽ ചിത്രം മാറിയിട്ടുണ്ട് എന്ന കാര്യം മാറി എന്നൊരു വസ്തുതയാണ്. അക്കാര്യം കമ്മീഷൻ എന്തായാലും ഇടപെട്ട് പരിഹരിക്കുമെന്ന് നമുക്ക് കരുതാം. ആറ്റിങ്ങൽ സസ്പെൻസ് ഒളിപ്പിക്കും. നേരത്തെ സൂചിപ്പിച്ച ചന്ദ്രബാബു നായിഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ബി.ജെ.പി ലീഡർ സിദ്ധാർത്ഥ് നാഥ് സിംഗ് ചന്ദ്രബാബു നായിഡുവിനെ നേരിൽ കണ്ടു. അദ്ദേഹത്തിന് പൂച്ചെണ്ട് സമ്മാനിക്കുന്നു. ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തെ ഉപയോഗിച്ച് തന്നെ ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദേശീയ നേതൃത്വത്തിൽ നിന്ന് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വിളിക്കുന്നു. ഒപ്പം അമിത്ഷാ ചന്ദ്രബാബു നായിഡുവിനെ വിളിച്ച് സംസാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കൾ ചന്ദ്രബാബു നായിഡുവിന്റെ വസതിയിലേക്ക് എത്തി അദ്ദേഹത്തിന് പൂച്ചെണ്ട് സമ്മാനിച്ചിരിക്കുകയാണ്. ചന്ദ്രബാബു നായിഡുവിനെ ഒപ്പം നിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും ബി.ജെ.പി തകൃതിയായി നടത്തുകയാണ്. കോൺഗ്രസ് ഔദ്യോഗികമായി മാധ്യമങ്ങളെ കാണാൻ പോകുകയാണ്. വൈകിട്ട് 5:30 മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒന്നിച്ച് കോൺഗ്രസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പ് കൂടി വരുന്നുണ്ട്. കോൺഗ്രസിന്റെ അവകാശവാദം വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാർ രൂപീകരിക്കാൻ തങ്ങൾ മുന്നിട്ടിറങ്ങുമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം വ്യക്തത വരുത്തുമെന്ന് നമുക്ക് കരുതാം. സർക്കാർ രൂപീകരണ ചർച്ചകൾ ദില്ലിയിൽ സജീവമാണ്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചന്ദ്രബാബു നായിഡുമായും നിതീഷ് കുമാറുമായും ഇതിനകം തന്നെ സ്റ്റാലിൻ അടക്കമുള്ള നേതാക്കൾ ബന്ധപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. സ്റ്റാലിൻ അടക്കം ബന്ധപ്പെട്ടു കഴിഞ്ഞു. ഇവരുമായി
സംസാരിക്കുന്നുണ്ട്. കാരണം സ്റ്റാലിനോട് ഏറെ അടുപ്പം പുലർത്തുന്ന നേതാവാണ് ചന്ദ്രബാബു നായിഡു എന്ന് നമുക്കറിയാം. ഒപ്പം നിതീഷ് കുമാറും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. ഇവരെയൊക്കെ കൂടെ കൂട്ടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മമതാ ബാനർജി ചില ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. തകർപ്പൻ വിജയം ബംഗാളിൽ മമത നേടുന്ന പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട പക്ഷേ ബി.ജെ.പിയുടെ നീക്കം എന്ത് എന്ന കാര്യത്തിൽ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. സാധാരണ നരേന്ദ്രമോദിയോ അമിത്ഷായോ ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതാണ്. അത് എങ്ങനെ സംഭവിക്കും, എന്താണ് അവരുടെ നീക്കം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി ഈ ദേശീയതലത്തിലുള്ള മറ്റൊരു നീക്കം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. കോൺഗ്രസ് പാർട്ടിയുടെ സംഘം, പ്രതിനിധി സംഘം ഇലക്ഷൻ കമ്മീഷനെ അല്പസമയത്തിനുള്ളിൽ കാണും എന്ന വിവരം കൂടി നമുക്ക് ലഭ്യമാവുന്നുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ അത് ചർച്ചയാക്കുന്നതിന്റെ ഭാഗമായിട്ടാവാം കോൺഗ്രസിന്റെ നീക്കം. അല്പസമയത്തിനുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം ഇലക്ഷൻ കമ്മീഷനെ നേരിട്ട് കാണുമെന്ന അറിയിപ്പ് കൂടി വരുന്നു. മാധ്യമങ്ങളെ കാണുക 5:30 എന്ന വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്കറിയാം പല സംസ്ഥാനങ്ങളിലും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും സർക്കാർ രൂപീകരിക്കാൻ കഴിയാതെ പോയ സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കെ സുരേന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. കെ സുരേന്ദ്രൻ തത്സമയം ഉണ്ടെങ്കിലും കേരളത്തിന്റെ ഒരു പൊതുചിത്രം ഏറെക്കുറെ ബോധ്യമായിരിക്കാം. ഭാരതീയ ജനതാ പാർട്ടി, ദേശീയ ജനാധിപത്യ സഖ്യം ഇതാദ്യമായി കേരളത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുക. ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാനത്തിന്റെ